ആരുടെയും ബൈക്കിൽ കയറി വരരുതെന്ന് രഘുവേട്ടൻ പറഞ്ഞാണല്ലോ. എന്നിട്ടും എന്താ ഇവൾ ഇങ്ങനെ കാണിച്ചത്? നിന്റെ രണ്ട് ചേച്ചിമാർ ഇങ്ങോട്ട് നോക്കി ഇപ്പോണ്ടല്ലോ, കുഴപ്പമല്ല ആവൂ? ഏയ്, ചേച്ചിമാരൊന്നും കുഴപ്പമില്ല. രഘുവേട്ടനാ പ്രശ്നക്കാരൻ. കക്ഷി സ്ഥലത്തില്ലെന്ന് ഉറപ്പാണല്ലോ. അത് ഉറപ്പിക്കാതെ ഞാൻ വരുവോ? നാളെ മുതൽ അർജുൻ ഇങ്ങോട്ട് വരണ്ട. ഞാൻ പറഞ്ഞ വഴിയിൽ നിന്നാ മതി. അവിടം വരെ ഞാൻ നടന്നു വന്നോളാം. ഇവൾക്ക് അവനോട് എന്താ ഇത്രമാത്രം സംസാരിക്കാൻ? ഓക്കേടി, അപ്പൊ നാളെ കാണാം. ഓക്കെ, ശരി. മഞ്ചാടി, ഇത്രയും ദൂരം വണ്ടിയിൽ ഒരുമിച്ച് വരുമ്പോ നീയും അവനും ഒന്നും സംസാരിച്ചില്ലേ മഞ്ചാടി? എന്താ ചേച്ചി അങ്ങനെ ചോദിച്ചേ? അല്ല, ഇവിടെ വന്ന് ഇറങ്ങിയിട്ടും സംസാരിക്കുന്ന കണ്ടു. എന്താ നിങ്ങൾക്ക് ഇത്രമാത്രം പറയാനുള്ളത്? ഞങ്ങള് ഫ്രണ്ട്സ് അല്ലേ ചേച്ചി? ലോകത്തുള്ള ഏത് വിഷയത്തെക്കുറിച്ചും ഫ്രണ്ട്സ് സംസാരിക്കും. ആ, രഘുവേട്ടൻ ഇവിടെ ഇല്ലെന്നുള്ള ധൈര്യത്തിലല്ലേ നീ ഇതൊക്കെ പറയുന്നേ? ഞാനത് വിളിച്ചു പറഞ്ഞോണ്ട് നീ ഹാപ്പി ആയില്ലേ? അപ്പൊ രഘുവേട്ടൻ ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്തോ ആവാന്നാണോ? അതിനുവേണ്ടി നീ മനഃപൂർവ്വം വഴക്കുണ്ടാക്കി അവരെ ഇവിടുന്ന് പറഞ്ഞയച്ചതാണല്ലേ? ഞാൻ എന്തിനാ വഴക്കിട്ടെന്ന് ചേച്ചിക്ക് അറിയാലോ. രഘുവേട്ടൻ ഇവിടെ ഉണ്ടായാലും എന്റെ സ്വാതന്ത്ര്യത്തില് രഘുവേട്ടൻ കൈ കടത്തില്ലെന്ന് എനിക്കറിയാം. എന്നോട് പിന്നെ ആർക്കും എന്തോ ആവാലോ. ഏറ്റവും ഇളയ കുട്ടിയായി പോയില്ലേ? സത്യം പറഞ്ഞ കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തിയ ഞാൻ ഇന്ന് അർജുന്റെ കൂടെ വന്നത്. ആ പിന്നെ രാത്രി ഫ്രണ്ടിന്റെ ബൈക്കിൽ കയറി വരാൻ പാടില്ലെന്നല്ലേ രഘുവേട്ടൻ പറഞ്ഞോളൂ. പകല് വരുന്നതിൽ കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ലെന്ന് നിനക്കും ഇവൾക്കും തോന്നും. ഇവിടെ ബാക്കി ആർക്കും നീ ഈ കാണിക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ല മഞ്ചാടി. എന്തായാലും നീയൊക്കെ ആഗ്രഹിച്ചതുപോലെ തന്നെ രഘുവേട്ടനെ അമ്പിളി ചേച്ചി ഇവിടുന്ന് പോയല്ലോ. കുറച്ചു കാലത്തേക്ക് അച്ഛനെ ഇങ്ങോട്ട് വരത്തില്ല. സമാധാനമായല്ലോ രണ്ടാൾക്കും.